ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിവേദ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ യൂട്യൂബേഴ്സ് ഒരു ചാനൽ ഗ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ ഒരു ചാനൽ ഗ്രോ ചെയ്യാം? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു ചാനൽ വളരുന്നതിന് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് കൃത്യതയോടുകൂടി നമ്മുടെ വ്യൂവേഴ്സിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നതാണ്. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ആ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇവ സെലക്ട് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു തംബ്നെയിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കണം. തംബ്നെയിൽ കണ്ടാൽ തന്നെ വ്യൂവേഴ്സിന് എന്താണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിന് അനുയോജ്യമല്ലാത്ത ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ തംബ്നെയിൽ എല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്ക് ഈ വീഡിയോയോടുള്ള ഇംപ്രഷൻ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. കാരണം ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ തംബ്നെയിൽ എല്ലാം കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അല്ല നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. അതിനാൽ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് എല്ലാം സെലക്ട് ചെയ്യണം. അതുപോലെ പുതിയതായി വന്നിരിക്കുന്ന യൂട്യൂബേഴ്സിന് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഗ്രോ ഉള്ള ഒരു ചാനലിൽ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാം നോക്കി അതുപോലെ കോപ്പി ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. ഇത് പലപ്പോഴും ന്യൂ യൂട്യൂബേഴ്സിനെ അബദ്ധത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നല്ലവണ്ണം ഗ്രോ ആയ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോൾ ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഒന്നും തന്നെ കൊടുത്തില്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നത് നമുക്ക് കാണാം. അവർക്ക് വ്യൂ ലഭിക്കുന്നത് അവർ യൂട്യൂബ് ചാനലിൽ ഗ്രോ ആയി കഴിഞ്ഞ ആളുകളാണ്. അതുപോലെ അവർക്ക് അത്യാവശ്യം ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ടൈറ്റിലോ ഒന്നും കൊടുത്തില്ലെങ്കിൽ കൂടി നല്ല ഒരു വ്യൂ അവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു പുതിയ യൂട്യൂബറെ സംബന്ധിച്ച് ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ സെലക്ട് ചെയ്യുക. ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്